ഹലോ ഹായ്, ഞാൻ സുജിത് ബാലുശ്ശേരി. ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് ഈ PSC പരീക്ഷകളിൽ യുവതലമുറകളെ എങ്ങനെ മത്സര പരീക്ഷകളുടെ ആദ്യ റാങ്കുകളിൽ എത്തിക്കാം എന്നുള്ളൊരു ആശയവുമായിട്ടാണ്. ആശയം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നടന്ന കഴിഞ്ഞ 2024 ഒക്ടോബർ മാസം നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ, അതായത് ഹൈക്കോർട്ട് OA എന്നുള്ള പരീക്ഷയ്ക്കകത്ത് 14 ജില്ലയിലെയും ഉദ്യോഗാർത്ഥികൾ ഒന്നിച്ച് മാറ്റുരച്ചപ്പോൾ അതിൽ 1ാം റാങ്ക് നേടി. അതായത് ക്വസ്റ്റ്യനിൽ 35 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നപ്പോൾ, അതിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ, അതിലെല്ലാം മികച്ച പെർഫോമൻസിലൂടെ 1ാം റാങ്ക്, അതായത് ഓൾ കേരള 1ാം റാങ്ക് നേടിയിട്ടുള്ള വിഷ്ണുവിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വിഷ്ണുവിൻ്റെ പരീക്ഷാ പരിശീലനവും അതിലെ പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും നേടാൻ പറ്റും 1ാം റാങ്ക് എന്നുള്ളത്. അല്ലെങ്കിൽ 1ാം റാങ്ക് ഇല്ലെങ്കിൽ ആദ്യ 10-നുള്ള ഒരു റാങ്ക് എന്തായാലും നേടാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. PSC പരീക്ഷകളിൽ ആദ്യ റാങ്കുകൾ എങ്ങനെ നേടാമെന്നുള്ളത് നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം. വിഷ്ണുവിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോടൊപ്പം ചർച്ചകൾക്കായിട്ട് കൂട്ടാം. ഹലോ വിഷ്ണു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖം തന്നെ. സുഖം തന്നെ. എന്തൊക്കെയാണ് നമ്മളെ 1ാം റാങ്ക് കിട്ടിയ ശേഷം ജീവിതത്തിലെ വ്യത്യാസങ്ങൾ, റാങ്ക് കിട്ടുന്നതിന് മുമ്പുള്ളതും ശേഷമുള്ളതായിട്ട്? റാങ്ക് കിട്ടിയതിനു ശേഷം മൊത്തം ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആയ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോൾ ജോലിയൊന്നും ആയില്ലേ ചോദിച്ച ആൾക്കാരൊക്കെ നിലവിൽ കൺഗ്രാറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷമാണല്ലോ അല്ലേ? നമ്മളെ തള്ളി പറയുന്ന ആൾക്കാർ, നമ്മളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ചിലപ്പം, അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ പറയുക, നമ്മളെ എന്താ പറയുക അനുമോദിക്കുമ്പോൾ അത് നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഭയങ്കര സന്തോഷം. അതെ, ഇപ്പോൾ ഒരു പകരം വീട്ടിലൂടെയാണല്ലോ റിവെഞ്ച്. അപ്പോൾ ഏതായാലും അതിൽ സന്തോഷമുണ്ടല്ലേ, എന്തിരിക്കണം, നമുക്കെല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. കാരണം ഓൾ കേരള നടന്നൊരു എക്സാമിൽ എല്ലാവരും കേരളത്തിലെല്ലാവരും ഒന്നിച്ച് മത്സരിച്ച് അതിൽ ഒരു 1ാം റാങ്ക് നേടുകയെന്നാൽ സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എന്താ പറയുക, എന്നോട് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, അവരെന്നോട് വെച്ചിട്ടുണ്ട് ഭയങ്കര സംഭവമല്ലേ 1ാം റാങ്ക് കേരളത്തിൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ എന്ന് പറഞ്ഞിട്ട്. അതിന് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ സംഭവമാണ്. ഏതായാലും അതിൽ എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. താങ്ക് യു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാനൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം നോക്കി ഞാൻ തന്നെയാണോ. അത് ശരിയാ, വിശ്വസിക്കാനാണ്. അത് എന്നോട് കൂടുതൽ ആദിത്യം പറയാനുണ്ട്. റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ആദ്യം പോയി താഴത്ത് നോക്കി, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, നേരെ താഴത്ത് കാണാനായിട്ട് 2ാമത്തെ പേജ് കാണാനായിട്ട് ഫസ്റ്റ് പേജ് നോക്കിയെന്ന് പറഞ്ഞു. അതെ, ഇന്റർവ്യൂ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ടോപ്പ് ഒരു 20 പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയല്ലോ, ഹാപ്പി സംഭവം. എന്തായാലും ജീവിതത്തിൽ ഇനിയും എന്താ പറയുക, ഒരുപാട് 1ാം റാങ്കുകൾ നേടാൻ എന്താ പറയുക വിഷ്ണു കഴിയട്ടെ. താങ്ക് യു. അപ്പോൾ എന്തായാലും PSC പരീക്ഷയ്ക്ക് വിഷ്ണു ഇറങ്ങാനുണ്ടായ ഒരു PSC പരീക്ഷകളിലേക്ക്, സർക്കാർ ജോലിയിലേക്ക് വിഷ്ണു ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു അങ്ങനെ ചിന്ത ഉണ്ടാവാനുള്ള കാരണം എന്താ? ഒന്നാമത് ഞാൻ ആദ്യം എന്ത് വന്നാലും PSCക്ക് പോകണ്ടെന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു പണ്ട്. കാരണം ആ സമയത്തൊക്കെ ഫുള്ള് സമരങ്ങളും, ഈ സെക്രട്ടറിന്റെ മുന്നിലാണെങ്കിൽ സമരങ്ങളും, നിയമനമില്ല എന്നൊക്കെ പറഞ്ഞ സമരങ്ങൾ, അത് മാത്രമേ മീഡിയാസിലുള്ളൂ. നിയമനമില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ടന്നെ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ ശേഷം പോളി എടുത്തു. പെട്ടെന്നൊരു ജോലി എന്നുള്ളതിൽ പോളി എടുത്തു. അത് പോളി കംപ്ലീറ്റ് ആക്കിയ ശേഷം ചെന്നൈയിലൊക്കെ വർക്കിന് പോയി. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൊറോണയായി. അപ്പോൾ കൊറോണ ആയ സമയത്താണ് മനസ്സിലാകുന്നത് ഈ പ്രൈവറ്റ് സെക്ടറിലേക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ഒരു ഗവൺമെന്റ് ജോലിയാണ് എന്നൊരു തോട്ട് അന്നേരമാണ്. ആ സമയത്ത് ചിന്തിക്കാൻ ആർക്കും ഇല്ലല്ലോ ജോലി അല്ലേ. നാട്ടിലൊക്കെ നമ്മൾ പിന്നെ ചാടി വന്നപ്പോഴും ചെന്നൈയിൽ ഇവിടെ എത്തിയപ്പോഴും എന്താ പറയുക, ഇവിടെ കാണുന്നത് എല്ലാവരും പിന്നെ ലോക്കാണ്. അതിലാകെ പോകുന്ന പിന്നെ ഗവൺമെന്റ് ജോലിയിലെ കുറച്ച് ആൾക്കാരാണ് ഗവൺമെന്റ് ജോലിക്ക് പോകുന്നതും പിന്നെ ശമ്പളം വാങ്ങുന്നതും ഒക്കെ തന്നെ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും വായ്പ വാങ്ങി തിരിമറി കളിച്ച് നടക്കുകയാണ് അല്ലേ. അത് ശരിയാ. കൃഷിയാണെങ്കിൽ പോലും എന്തൊക്കെ പ്രശ്നമായിരുന്നല്ലോ പുറത്തിറങ്ങുന്നത് പറഞ്ഞിട്ട്. അതെ. എൻ്റെ കസിനൊക്കെ ഇതുപോലെ എൻ്റെ ഒരു കൊല്ലം മുന്നേ ഈ PSC സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഈ PSCക്ക് ഇറങ്ങാൻ. ഞാൻ അപ്പോഴും നെഗറ്റീവ് ആയിരുന്നു, ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ PSC എന്തായാലും നോക്കില്ല എന്നുള്ളത്. കുറേ ആൾക്കാർ ഒന്നിച്ച് മത്സരിക്കാൻ പാടില്ല. അതെ, അതൊക്കെ ചിന്ത. അപ്പം ഈ കൊറോണ ഈ സമയത്ത് വീട്ടിലിരുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഗവൺമെന്റ് ജോലി തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അരുണുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ PSCക്ക് ഇറങ്ങാന്നുള്ളൊരു തീരുമാനം ഇറങ്ങി. അപ്പോൾ അടുത്തുള്ള സെന്റർ നോക്കുമ്പോൾ ബാലുശ്ശേരി തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം അറിയുന്നത് എന്തായാലും എയിം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോകാന്നുള്ള തീരുമാനത്തിൽ എയിമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന അരുൺ ഇപ്പോൾ തൃശ്ശൂർ LD ക്ലർക്കായി വർക്ക് ചെയ്യായിരുന്നു. തൃശ്ശൂർ LD ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതെ.
അപ്പോൾ ഓനും സെറ്റിലായി. അതെ. അപ്പോൾ അടുത്ത് നീയും ഇപ്പോൾ സെറ്റിലാവും. അതിന്റെ കൂടെ പിന്നെ തൊട്ടുമുമ്പ് ഒരു ലിസ്റ്റിൽ റാങ്ക് ഉണ്ടല്ലേ, ഗാദി ബോർഡ് അല്ലേ? എത്ര റാങ്ക് ഉണ്ടായിരുന്നു? 29. ഗാദി ബോർഡ് LD അല്ലേ? അതും ഓൾ കേരള എക്സാം അല്ലേ? സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ അതിലും എന്താ പറയാ 24 ഉണ്ട്. അപ്പോൾ എന്തായാലും 24-ന് 1-ലേക്ക് ചാടി. അതെ. ഇനി 1-ന് അപ്പുറമല്ലല്ലോ, 1-ൽ ഇനി അടുത്ത ഒന്നുകൂടി കിട്ടുമോ നോക്കല്ലേ, ഏതെങ്കിലും എക്സാമിൽ കിട്ടട്ടെ. അപ്പോൾ പിന്നെ എന്താ PSC പരീക്ഷയ്ക്ക് ഇറങ്ങാൻ പോരുന്ന ഇനി പുതുതായിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ, അതായത് പുതിയ തലമുറകളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുണ്ട്? എന്തൊക്കെയാ PSC ഇറങ്ങുമ്പോൾ ഈ നെഗറ്റീവ് അടിക്കാൻ കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഒരു കൂട്ടം എന്തായാലും ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും. എന്ത് കാര്യത്തിനാണെങ്കിലും എന്താ പറയുക, നമുക്ക് നമ്മൾ പിന്നെ കണ്ടെടുത്തോളം എന്ത് കാര്യം ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ മുമ്പ് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ പിന്നെ ഞാനൊരു ബിസിനസ് ചെയ്ത് ഇപ്പോൾ വേറെ എന്തുകൂടി ചെയ്യാൻ പോയപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് വട്ടാണ്, എന്നാ തലയിൽ തീയിട്ട് നടക്കണോ, എന്താ പറയുക, നാട് വിടേണ്ടി വരും, അങ്ങനെ പല ഇതുണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും പറയും. എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ചിലപ്പോൾ അവർ നമ്മളെ സ്നേഹത്തോടെ നമ്മൾ പറയുമായിരിക്കും, എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും പറ്റിപ്പോരുത് അല്ലെങ്കിൽ ഇതായിപ്പോരുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ PSC-യിലൊക്കെ ഇറങ്ങുമ്പോൾ എന്താ പറയുക, നമ്മൾ ടൈം മാത്രമല്ലേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ എന്താ നഷ്ടപ്പെടുന്നു, ഫണ്ടൊന്നും വലിയ പോകുന്നൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും മത്സരപരീക്ഷ എന്തായിട്ടും പിടിക്കാൻ പറ്റും. അതായത് പഠിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ തന്നെ പിടിച്ച ആളാണല്ലോ. അപ്പോൾ നമുക്കും എന്താ പറയുക, നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം, നമുക്കറിയാം ഒരു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ എതിലൂടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ വരുന്നതൊക്കെ ഐഡിയകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി എന്താ പറയുക, കോൺസെൻട്രേഷൻ പവർ കുറച്ച് കൂടുതൽ വേണം. നമ്മളിപ്പോൾ മൊബൈലിൽ കൂടുതൽ കളി, പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യാം. ഇതിലൂടെ മാത്രം പോവുകയും അതിൻ്റെ ഇടയിൽ കൂടി സൈഡിൽ കൂടി എന്താ പറയുക PSC പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കിട്ടാൻ ലേശം ടൈം എടുക്കും. ജോലിയാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി സീരിയസ് ആയിട്ട് അതിന് കണ്ടു കഴിഞ്ഞാൽ അതെ ഫസ്റ്റ് പ്രയോറിറ്റിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി PSC-ക്ക് ആയിരിക്കണം അല്ലേ? അങ്ങനെയല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി PSC തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ചോദ്യം ഇപ്പം പലർക്കും ഉണ്ടാവും, പിന്നെ 1 റാങ്ക് കിട്ടിയാണല്ലോ, അപ്പോൾ എത്ര ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം വിഷ്ണു? എത്രത്തോളം പിന്നെ എന്താ പറയുക, ഒരു ദിവസം 15 മണിക്കൂർ പഠിക്കുന്നുണ്ടോ, 10 മണിക്കൂർ പഠിക്കുന്നുണ്ടോ, ഇനി അല്ല കുറേ ടൈം ഉണ്ടോ, ഇനി ഫുൾ ടൈം അത് തന്നെയാണോ, എന്നൊക്കെ ഉണ്ടാവും. അത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യങ്ങളിലൊന്ന് ഈ എത്ര മണിക്കൂർ പഠിക്കും അതാണ്. അത് നേരിട്ട് അറിയുന്ന ആൾക്കാർ ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ക്ലോക്ക് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ക്ലോക്ക് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇത്ര മണിക്കൂർ പഠിച്ച് ഇനി ഞാൻ ഉറങ്ങാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ആയില്ല കുറച്ചുകൂടി പഠിക്കട്ടെ, അത് വെക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം ഒരു പരീക്ഷ എഴുതി നമുക്ക് അറിയില്ലെങ്കിൽ ആ അറിയാത്തത് പഠിക്കണം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് ഒരു ദിവസം പഠിച്ച് ഞാൻ ഇന്നത് പഠിച്ച് എന്ന് നമുക്കൊരു സ്വയം തോന്നലുണ്ടാൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അല്ലാണ്ട് ഇത്ര മണിക്കൂർ പഠിച്ച് എന്ന് വെച്ചിട്ട് ചിലപ്പം ഒന്നും കിട്ടിയെന്ന് വരില്ല. നല്ല കോൺസെൻട്രേഷനോടെ അല്ലെ പിന്നെ പറഞ്ഞു വരില്ല. നമ്മൾ വായിക്കുന്നു പക്ഷെ മൈൻഡ് വേറെ എവിടെയാണ്. അവന് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അതല്ലേ? അത് ശരിയാണ്. അതുകൊണ്ട് ടൈമിൽ കാര്യമില്ല, ടൈമിലല്ല കാര്യം. എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുന്നതിലാണ് കൂടുതൽ കാര്യം. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ അത് പഠിച്ചെടുത്തോ അത് മാത്രം നോക്കുന്നു. കാരണം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഇത്ര ഏരിയ എനിക്ക് കംപ്ലീറ്റ് അറിയില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഈ ഏരിയ ഞാൻ വീക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീക്കായത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏത് വായിക്കണം, ഏത് ഏരിയ വായിക്കണം, അത് ചെയ്യാം. അതായത് നമ്മളെ പരീക്ഷ എഴുതുമ്പോൾ അതിൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയ ഏരിയ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ആ ഏരിയ ഇനി എന്ത് ചെയ്ത് തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോൾ വിഷ്ണു, നമ്മൾ മറ്റൊരു ചോദ്യം എന്താ അറിയോ, വിഷ്ണു സ്കൂൾ പഠിക്കാൻ +2 SSLC-യിലൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര പഠിപ്പിസ്റ്റുകളാണോ, അല്ല എന്താ പറയുക ഏവറേജ് ആണോ, അല്ല എന്താ പറയുക ലോ ആണോ, എങ്ങനെയാണ്? ലോ അല്ലായിരുന്നു, ശരാശരി അത്യാവശ്യം. ശരാശരിക്ക് മുകളിൽ, ടോപ്പും അല്ല, ശരാശരിക്ക് മുകളിലാണ്. അങ്ങനെയാണോ? അപ്പോൾ അടുത്തൊരു ചോദ്യം എന്താ പറയുക, നമ്മൾ 1 റാങ്കൊക്കെ വാങ്ങിക്കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 1 റാങ്ക് വാങ്ങി, ഇനി അതിൻ്റെ ഒരു വിജയരഹസ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? വിജയരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ പഠിത്തത്തിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എക്സാംസ് ചെയ്തായിരുന്നു. ദിവസവും നമ്മൾ എക്സാംസ് എഴുതുക. എനിക്കത് തുടക്കത്തിലായിരുന്നു അല്ല ക്ലാസ് കഴിഞ്ഞ ശേഷം 10 മാസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ദിവസവും ഒരു എക്സാം എഴുതുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. ദിവസം എഴുതുക, അതുപോലെ നമ്മളെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് വരുന്ന ഭാഗങ്ങൾ കൂടുതൽ പഠിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. കൂടുതൽ മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അതെ, ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും തുടർച്ചയായിട്ട് എല്ലാ കാലവും ഇങ്ങനെ ബുക്കിങ്ങൾ തുടർച്ചയായി ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരം ഈ എന്താ പറയുക, എന്താ പറയുക, ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മിസ്റ്റേക്കുള്ള ഭാഗങ്ങൾ
പിന്നെ അല്ലേ കിട്ടാത്ത ഭാഗങ്ങൾ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ എയിമിൽ തന്നെ ഈ വീക്ക്ലി റാങ്ക് ലിസ്റ്റ് എക്സാം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ ഒന്നും വിടാതെ എല്ലാ പരീക്ഷ എഴുതി നമ്മൾ തന്നെ വിലയിരുത്താം, അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റാങ്കും എനിക്ക് കിട്ടിയ മാർക്കും എത്ര തെറ്റി എത്ര ശരി അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കലായിരുന്നു. നോട്ട് വെക്കലായിരുന്നു. എങ്ങനെ നോട്ട് വെക്കല്? ഫോണിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഓരോ ഫോണിലെ നോട്ട്സിൽ. അതെ, നോട്ടെ ഓരോ റാങ്ക് ലിസ്റ്റിന്റെ ഇതുപോലെ എഴുതി വെക്കും. ഓരോ മാസം മന്ത്ലി റാങ്ക് ലിസ്റ്റ് ഓരോ മാസം ഉണ്ടാകും. അപ്പോൾ അത് മാസവും അതുപോലെ തന്നെ കിട്ടിയ റാങ്കും എഴുതി വെക്കും. റാങ്കും ജനുവരി റാങ്ക് അതുപോലെ തന്നെ മാർക്ക് ഇങ്ങനെ ഓരോ വെച്ചിട്ടുണ്ടല്ലേ. വെരി ഗുഡ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ വെച്ചാൽ അതെനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടി കള്ളികളൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ആ കള്ളികൾ ഫില്ല് ചെയ്തൊന്നും കാണാറില്ല. പക്ഷെ ഇതിങ്ങനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം അതേതായാലും എന്താ പറയുക, 1ാം റാങ്കിലേക്ക് പോയത് എന്താ പറയുക വെറുതെ ഒന്നല്ല, 1ാം റാങ്ക് നേടിയ വെറുതെ ഒന്നല്ല. അതിൽ വേറെ കണ്ടല്ലോ, ഒരു 2-3 മാർക്കിന്റെ വേറെ കണ്ടല്ലോ. ഇങ്ങനെ ഇതല്ലേ നോട്ട്സ് അല്ലേ? അതെ അതെ, നോട്ട്സ് ആണ്. അതുപോലെ അത് വീക്കിലി റാങ്ക് ലിസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു. ഒരാഴ്ചയും റാങ്ക് ലിസ്റ്റ് എക്സാം, 4 റാങ്ക് ലിസ്റ്റ് അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ മന്ത്ലി വെച്ചിട്ട് ഒരുമിച്ച് വേറുണ്ടായിരുന്നു. അപ്പൊ അത് സെപ്പറേറ്റ് എഴുതി വെച്ച് അത് ഇംഗ്ലീഷിലാണ്. ഏറ്റവും കുറവുണ്ടായിരുന്ന ഇതിലായിരുന്നു. ഏറ്റവും കൂടുതൽ കുറവ് കിട്ടുന്നത് എനിക്ക് ഈ എക്കണോമിക്സ് എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് എനിക്ക് ടോപ്പിക് എഴുതി വെച്ച് അതിൽ എത്ര മാർക്ക് കിട്ടി, എത്ര ചോദ്യം ചോദിച്ചു എത്ര മാർക്ക് കിട്ടി അത് എഴുതി വെക്കലായിരുന്നു. അങ്ങനെ എഴുതിക്കലുണ്ടല്ലേ? അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. കാരണം ആ ഒരു ടോപ്പിക്ക് മൊത്തം ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സിൽ ഇപ്പോൾ 7 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 7 ക്വസ്റ്റ്യനിൽ എന്താ പറയുക ഒരു പിന്നെ 5 മാർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആ ഫിസിക്സ് നമ്മൾ പഠിക്കണമല്ലോ. അത് നമ്മൾ പഠിക്കാതെ എന്താ പറയുക അങ്ങനെ ശ്രമിക്കാതാണ് പലരും പഠിക്കാറുള്ളത് PSC. അതാണ് ഞാൻ മനസ്സിലാക്കി ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ പിന്നെ ഒരു 75% ആൾക്കാരും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. 75 അതിൻ്റെ മുകളിലായിരിക്കും തോന്നുന്നുണ്ട്. കാരണം എങ്ങനെ വെച്ചാൽ എല്ലാവരും പിന്നെ ഇങ്ങനെ എഴുതി പോവുക. അതായത് എക്സാമുകൾ എഴുതും, എന്നിട്ട് മാർക്ക് ഇത്ര കിട്ടി, ടോട്ടൽ മാർക്ക് ഇത്ര ആണല്ലോ തെറ്റുണ്ടോ എന്നുള്ളത് അത് മനസ്സിലാക്കി ആർക്ക് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടും അടുത്തത് വീണ്ടും വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകും. അങ്ങനെ എന്താ പറയുക, അത് വീണ്ടും ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് മാർക്ക് അറിയില്ലല്ലോ, ഇത് എവിടെയൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലേ, ഇത് കറക്റ്റ് പോയിന്റ് കാരണം ഇങ്ങനെ പഠിച്ചതിനെ കൊണ്ട് ഞാൻ 1ാം റാങ്ക് കിട്ടിയത്. അതാണ് അതിന്റെ സത്യം, അതിന്റെ വിജയരഹസ്യം തന്നെയാണ്. കറക്റ്റാണ്. തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടും ഇപ്പോൾ 100 എണ്ണത്തിൽ ഒരു 50 മാർക്കാണ് കിട്ടുന്നെങ്കിൽ 50 എണ്ണം എനിക്ക് അറിയില്ല. 50 മാർക്ക് കിട്ടി, 50 ശരിയാണെങ്കിൽ 50 തെറ്റുണ്ടാവും, അല്ലെ 50 തെറ്റല്ല 50 ഏരിയ എനിക്ക് അറിയണ്ടാവില്ല. അതെന്താക്കും എഴുതി വെക്കുക. തെറ്റിപ്പോയതും ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും എഴുതി വെക്കും, നോട്ട്ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് അത് ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അത് ഒന്നുകൂടി വായിച്ചു വെക്കും. തെറ്റിപ്പോയൊരു ക്വസ്റ്റ്യൻ അടുത്ത പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഇനി വരുന്നൊരു പരീക്ഷയിൽ തെറ്റിപ്പോയത് എന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ്, അതാണ് വിജയരഹസ്യം. അങ്ങനെ പറയാം. കാരണം അറിയോ, അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും, ഏറ്റവും ഫസ്റ്റിൽ എത്തില്ലോ. അതായത് എല്ലാം പിന്നെ ഇപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ ഫിസിക്സിലാണ് മാർക്ക് കുറവെങ്കിൽ ആ ഫിസിക്സിൽ എന്ത് ചെയ്യും മാർക്ക് കൂടി കിട്ടി. പിന്നെ അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, എക്കണോമിക്സിലാണെങ്കിൽ എക്കണോമിക്സിനകത്ത് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ മാർക്ക് കൂടി കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികം എന്താ ചെയ്യും, എല്ലാ ടോപ്പിക്കും എല്ലാ ഏരിയകളുടെയും പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ഏരിയകളെല്ലാം മാർക്ക് കൂടി കിട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് 1ാം റാങ്ക് എത്തും. അതാണ് അതിന്റെ രഹസ്യം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് തന്നെ ഒരു തോന്നൽ വേണ്ടേ, അതുകൊണ്ട് ഓരോ ഏരിയയും മാർക്ക് ചെയ്ത് വെച്ചു. ഇനി പുലിയാ. ഓക്കെ, ഏതായാലും എന്താ പറയുക, നല്ല കൃത്യമായ വീക്ഷണത്തിലൂടെ പോയത്. കാരണം അതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് നമുക്ക് ശരിക്കും അടിക്കാൻ പറ്റിയെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എയിമിലെ എക്സാമുകളിൽ എന്താ പറയുക, മിക്കവാറും ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൽ കണ്ട ഒരു 10 എക്സാമുകൾ മേലെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ആദ്യത്തെ 10 റാങ്കിലേക്ക് വന്നിട്ട് റാങ്ക് കണ്ടു. മുകളിൽ നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കണ്ട് ആദ്യത്തെ റാങ്കുകളിൽ നിന്ന് പിന്നീട് പിന്നെ ഫസ്റ്റ് റാങ്കുകളിലേക്ക് എത്തിയിട്ട് പിന്നെ ആദ്യത്തെ ഒരു 10 റാങ്ക് തന്നെ കുറേ എണ്ണം കണ്ടു. അപ്പൊ അത് വരാനുള്ള കാരണം ഇതാണ്. അപ്പൊ ആ രഹസ്യം ഏതായാലും ഇപ്പം പുറത്തു വിട്ട സ്ഥിതിക്ക് എന്താ പറയാ കുറെ ആൾക്കാർക്ക് അത് ഗുണമാകും, ഉറപ്പാണ്. അതായത് പിന്നെ ഫസ്റ്റ് റാങ്കുകൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ജോലി ആഗ്രഹിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെ ഗുണമാകുന്നുള്ള ഉറപ്പാണ്. കാരണം ആ മെത്തേഡ് നമ്മൾ പലരും പറയുന്ന കാര്യമാണ്, പക്ഷെ പലരും ഫോളോ അപ്പ് ചെയ്യാറില്ല. അതാണ് സത്യാവസ്ഥ. എന്നാലും കുഴപ്പമില്ല. ഏതായാലും എന്താ പറയുക, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ ഇത്ര ഈ റാങ്ക് ലിസ്റ്റിൽ സ്ഥിരമായിട്ട് ഒരു 10 ഇങ്ങനെ അടിക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ തന്നെ ഒരു തോന്നും വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നല്ലേ അടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെയല്ലേ മാർക്ക്, ഇവിടെ നിന്ന് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് എക്സാം നടത്തുമ്പോൾ മാത്രമാണ് റാങ്ക് അടിക്കുന്നത്. അതായത് PC അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് വരുമ്പോൾ അങ്ങനൊന്നും ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ സ്ഥിരമായിട്ട് പറയാൻ റാങ്ക് ലിസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ വലിയ റാങ്കുകളൊന്നും കിട്ടിയില്ല എന്നുള്ള. അപ്പോൾ മുന്നേ എഴുതിയ പരീക്ഷയൊക്കെ ജസ്റ്റ് 1 മാർക്കിനും അല്ലെങ്കിൽ 0.3 മാർക്കിനൊക്കെ സപ്ലിയിലായി പോകുന്ന ഒരവസ്ഥയായിരുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് അടിക്കുമ്പോൾ അപ്പോൾ കൂട്ടുകാരെല്ലാം ചോദിക്കും ഇങ്ങനെ ആ റാങ്ക് പണ്ടുണ്ടല്ലോ ഉള്ളിനുള്ളിൽ നമുക്ക് തന്നെ തോന്നും ഇവിടെയല്ലേ ഉള്ളൂ. നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ പുറത്തൊരാൾ പറയുമ്പോൾ എയിമിന് ഫസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുറത്താൾ പറയുമ്പോൾ ജോലി തന്നെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു പോകുന്നേരം എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ എനിക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഒരു 10-നുള്ളിൽ അല്ലെ 5-നുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ലക്ഷ്യം എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കേരളത്തിലെ നമ്പർ 1 ആയല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എക്സാമിന് പിന്നെ 35 മാർക്ക് മാത്സിൽ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അതെങ്ങനത്തെ സ്പീഡ് ചെയ്യാൻ പറ്റുമോ? അത് മാത്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് എടുത്തത് എയിമിൽ തന്നെ രഞ്ജിത്ത് കുളത്തൂരിലെ രഞ്ജിത്ത് മാഷായിരുന്നു മാത്സിന്റെ ക്ലാസ്. മാഷ് വളരെ ഈസി ആയിട്ട് മാഷ് ഒരു മെത്തഡ് ഓഫ് ടീച്ചിങ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് അതെ. മാത്രമല്ല എനിക്ക് കുറച്ചുകൂടി കണക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഷോട് ചോദിച്ചറിയാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് അത്ര വിഷയം തോന്നില്ല. മാഷും അതുപോലെ തന്നെ ഈ റാങ്ക് കിട്ടി പറഞ്ഞപ്പോ പിന്നെ ഈ എക്സാം എഴുതിയ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതില് പിന്നെ ഒരാളിനോട് പറഞ്ഞതാ ഈ 35 മാർക്കിന് മാത്സ് ഉണ്ടായിരുന്നു. ആ മാത്സ് എല്ലാം കൂടി ഈ പയ്യൻ എങ്ങനെ ചെയ്ത് ഇത്ര ഭക്ഷണം അവർ അതോടെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ പരീക്ഷ പലർക്കും വിഷയം വരുന്നത് മാത്സിന്റെ കാര്യത്തിലാണ്. കാരണം ഈ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനല്ല മാത്സ്. മാത്രമല്ല ബാക്കി 65 GK 15 ഇംഗ്ലീഷും ബാക്കി 50 GK ഉണ്ട്. അപ്പൊ എല്ലാത്തിനും കൂടി ഈ സമയം തികയില്ല. കാരണം 35 മാത്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ എനിക്ക് മാത്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് ആദ്യം ചെയ്ത് 35 34 അറ്റൻഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു. ഇപ്പൊ 34 കണക്കിൽ 34 അതെ. അപ്പൊ അതെനിക്ക് വിഷയം വന്നില്ല. അത് കൂടുതൽ ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം ബാക്കി നോക്കിയപ്പോൾ 51.6775 മാർക്ക് ഉണ്ടായിരുന്നു അതിൽ. അതല്ലേ? ശരി. അപ്പൊ അങ്ങനെയാണ്. എങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എറണാകുളം വെച്ചിട്ടായിരുന്നു. ഇന്റർവ്യൂവിൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പേഴ്സണലായിട്ട് വീട് എവിടെയാണ്, അതുപോലെ തന്നെ വേറെ ഈ പഠിച്ച എന്തൊക്കെ നമ്മളെങ്ങനെ മറുപടി പറയുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ക്വസ്റ്റിന്, അതുപോലത്തെ അത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചത്. ചോദിച്ചിട്ടുള്ളതല്ലേ? ശരി. ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 10 മാർക്കിലാണ് ഇന്റർവ്യൂ. ഇപ്പോൾ ഇന്റർവ്യൂ തന്നെ ഇപ്പോൾ നമുക്ക് എത്ര മാർക്ക് നമുക്ക് ആദ്യം പഠിച്ചു ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇന്റർവ്യൂവിന് 10 മാർക്ക് താഴെ കഴിഞ്ഞാൽ തന്നെ നമ്മളെ എഴുതി പിടിച്ചതിന് കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സെക്കൻഡ് പേജ് തൊട്ടാണ് റാങ്ക് ലിസ്റ്റ്. അതെ അതെ. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യം നോക്കിയത് അവിടെയാണ്, സെക്കൻഡ് പേജ്. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ചോദിക്കാനല്ല, നമുക്ക് PSC ഇപ്പം പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരോടിപ്പം ഒരു നിർദ്ദേശമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? PSC പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പഠിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊരു നിർദ്ദേശം എന്നുള്ള സ്റ്റൈലിൽ? നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിക്കാൻ ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പോയിട്ട് റിസൾട്ട് നോക്കരുതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് ഇത്ര മാസമുള്ള കിട്ടും അല്ലെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് പഠിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് നോക്കിയാൽ പകരം നമ്മൾ എഫേർട്ട് കൊടുക്കുക, എഫേർട്ട് ഇടുക. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണോ ചെയ്യാനുള്ളത് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം പരീക്ഷ ചെയ്ത് അല്ലെങ്കിൽ എനിക്കറിയാത്ത എത്ര ഏരിയകളുണ്ട്, ആ ഏരിയ ഞാൻ കവർ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഈ പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു OMR വരുമ്പോൾ എനിക്ക് ഈ മലയാളത്തിന് മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് കിട്ടുന്നില്ല, അപ്പം എൻ്റെ വീക്ക് ഏരിയ ഇംഗ്ലീഷാണ്, മലയാളമാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് അത് പഠിക്കാനുള്ള എഫേർട്ട് കൊടുക്കുക. എഫേർട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എഴുതി വെക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്തിട്ട് ഓരോ പരീക്ഷയും എഴുതുമ്പോൾ നമ്മളെ സ്വയം വിലയിരുത്തിയിട്ട് എഫേർട്ട് ഇട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എഫേർട്ടാണ് മെയിൻ. അതെ അതെ. നമ്മൾ എടുക്കുന്ന റിസ്കിനാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഫലം കിട്ടുന്നത്. അതായത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷനോട് വലിയ ഘടകമാണ് അതിനകത്ത് അല്ലേ? കാരണം വെച്ചാൽ ഒരുപാട് വായിക്കുകയും എന്താ പറയുക ഒരുപാട് പഠിക്കുകയും ചെയ്യുക, എന്നിട്ട് ചെയ്യുക ഒരുപാട് ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് നിർത്തിപ്പോകുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് അറിയാം അല്ലേ? നമ്മൾ കൂടെ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നൊരു സാധനം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടന്റുകൾ പഠിച്ചെടുക്കുന്നത് നമ്മൾ തലയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് തിരിച്ചെന്താ പറയുക പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴോ തിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എന്താ പറയുക ഉറപ്പ് വരുത്തണം. മറ്റേതെന്താ ചെയ്യുക വെച്ചാൽ ഉറപ്പ് വരുത്താതെ എന്താ പറയുക നമ്മളിങ്ങനെ വായിച്ചിങ്ങനെ പോകും, കിട്ടുന്നില്ല എന്ന് പറയുള്ളൂ. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ചിന്തിക്കലില്ല പലരും. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് കോൺസെൻട്രേഷൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ അത് എഴുതി പഠിക്കുക, പല രീതികളിലല്ല പഠിക്കുന്നുണ്ടല്ലേ? അതായത് നമ്മളിപ്പം എഴുതി പഠിക്കാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് പഠിക്കാൻ പറ്റും, പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് പഠിക്കാൻ
പറ്റും. ഇനി ബോർഡുമിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ബോർഡുമിൽ എഴുതി എന്ത് ചെയ്യാം, വേറെ ആളെ പഠിപ്പിക്കുന്ന മുന്നിൽ രണ്ടാൾക്കാർ ഇരുന്ന് പഠിക്കുന്ന പോലെ അവർക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ പല പല രീതികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുറേ ആൾക്കാരെന്താ ചെയ്താൽ ഒരേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എത്ര മാർക്ക് കിട്ടിയാലും അവരെന്താ പറയുക, അവർ പിന്നെ പഠിച്ചും കൊണ്ടേ നിൽക്കും. എന്നിട്ട് എപ്പോഴൊക്കെ പരാജയപ്പെടും, ചിലപ്പം മാർക്ക് കുറവായിരിക്കും. വീണ്ടും എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അതേ രീതി തന്നെ പഠിച്ചുകൊണ്ടേ നിൽക്കും. അങ്ങനെ ഒരു കൊല്ലം പഠിച്ചാൽ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാക്കുന്നില്ല എന്താണിത് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ പഠിച്ചതിനെ കൊണ്ടായിരിക്കും പോകുന്നതല്ല, ചിന്തിക്കാനുള്ള അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, അങ്ങനെ തോന്നിയിട്ടുണ്ട് പലരും. ഇപ്പോൾ രാവിലെ തന്നെ വായിക്കാൻ വന്നാൽ തന്നെ നമുക്ക് റാങ്ക് ഫയൽ തുറന്നിട്ട് ആദ്യം വായിക്കുന്നത് ഇഷ്ടമുള്ള ഏരിയ ആയിരിക്കും, താല്പര്യമുള്ള ഏരിയ ആണ് ആദ്യം വായിക്കുന്നത്. നമ്മൾ വീക്കായ ഏരിയ ആണ് ആദ്യം വായിക്കേണ്ടതെന്നുള്ളൊരു ഇത് അവർക്ക് തോന്നുന്നില്ല, പലർക്കും തോന്നുന്നില്ല. ആദ്യം ഒരു റാങ്ക് ഫയൽ തുറന്നിട്ട് ഇന്ന് ഇത് വായിക്കുന്ന ഒരു പ്ലാൻ ഒന്നും ബൈബിൾ മറ്റേതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് ഏതാ ഫസ്റ്റ് വെച്ചിട്ട് അതിൽ വായിച്ചു വെക്കുന്ന പോലെ അങ്ങനെ വായിക്കുക. അതെ അതെ. ഇപ്പോൾ എക്കണോമിക്സ് ഇഷ്ടമുള്ള ആൾ ആദ്യം വന്ന് വായിക്കുന്നത് ഇന്ന് എക്കണോമിക്സ് അത് വായിക്കാം. പക്ഷേ ഇഷ്ടമുള്ളത് ചിലപ്പോൾ താല്പര്യത്തോടെ വായിച്ച് മാർക്ക് അതിലുണ്ടാവും. അതെ. സയൻസ് ഇഷ്ടമില്ലാത്ത ആള് സയൻസ് വായിക്കുന്നില്ല, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഏരിയ വായിക്കുന്നില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയ കിട്ടില്ല, അറിയ പോലും ഏരിയ എന്താന്ന് പോലും. അതാണ് സിമ്പിൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ്. അതെ. അപ്പോ എന്തായാലും അടുത്ത നിയമനമൊക്കെ ഉണ്ടാവില്ലേ, എന്തായാലും പെട്ടെന്ന് ഹൈക്കോർട്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ അയക്കില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചക്കുള്ളൊക്കെ എന്താ പറയാ അഡ്വൈസ് ഒക്കെ പെട്ടെന്ന് അയക്കാനുള്ള കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നത്. കാരണം കോടതി ആകുമ്പോൾ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ PSC പഠിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യമായിട്ട് കൂടുതൽ പറയാനുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കമ്പൽസറി ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളെ കൂടി ഇരിക്കുന്ന ആൾക്കാർ കമ്പൽസറി ആണെങ്കിലും അതെ അതെ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നമുക്കൊരു പോസിറ്റീവ് അല്ല തരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ദിവസം പരീക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഞാൻ നിർബന്ധിക്കും പരീക്ഷ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഓക്കെയാണ്. അപ്പം ഞാൻ ഒരു ദിവസം എന്നോട് പറയാ ഇല്ല അന്ന് എഴുതണ്ട, അല്ലെങ്കിൽ ഇനി തൊട്ട് പരീക്ഷ ചെയ്തണ്ടെന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാനും ഓൾറെഡി ഓട്ടോമാറ്റിക്കായി നെഗറ്റീവ് ആവും. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ അതുപോലെ വില്ലിങ് ആവണം, അല്ലെങ്കിൽ പരീക്ഷ അതോടാണ് എത്താനുള്ള കാരണം. അതും വലിയൊരു ഘടകം തന്നെ ഇതിൽ. അത് ശരിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളിപ്പം പറയുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്ന് നമ്മൾ പിന്നെ പരീക്ഷ ചെയ്യുന്നില്ല എന്ന് നേരിയ പഠിക്കണ്ട, നമുക്ക് സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മളെ കൂടി എന്താ പറയുക സിനിമയ്ക്ക് പോകാൻ പ്രചോദിപ്പിക്കണമല്ലോ. ശരിയാ. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ അത് സ്വാഭാവികം ചെയ്യും, നമ്മൾ അന്ന അവസ്ഥയെ ആ ടൈമൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കി പോയി അങ്ങനെ അടുത്ത ദിവസം ഇതുപോലെ വേറെ പരിപാടിക്ക് ഇട്ട് അങ്ങനെ പോകുന്ന മെന്റാലിറ്റി വരും. മറ്റേതാകുമ്പോൾ നല്ല എന്ത് ചെയ്യും, ഫസ്റ്റ് റാങ്കുകളിലേക്ക് അല്ലെങ്കിൽ പരീക്ഷകളിലേക്ക് പഠിച്ച് ഓരോ ഏരിയ കവർ ചെയ്യാനുള്ള ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതിന് കിട്ടും എന്നുള്ളതല്ലേ, അങ്ങനെയല്ല ഉദ്ദേശിച്ചില്ല. അതെ അതെ, നമ്മൾ ടൈമാണല്ലോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കൂടി ആ ടൈം ഇപ്പം നമ്മൾ ടൈം കൂടി വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ അത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ പഠിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം, സിനിമയ്ക്ക് പോകാന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ടൈം വേറെ ഓരോന്നിനും കൊടുത്ത് നമ്മൾ ഈ പ്രയോറിറ്റി മാറിപ്പോകും. ഫസ്റ്റ് പ്രയോറിറ്റി മാറും. ഫസ്റ്റ് പ്രയോറിറ്റി PSC എന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്യും, പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും അതേ പ്രയോറിറ്റി ആക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി PSC ആയിരിക്കണം. അതെ, അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ഇരുന്ന് പഠിക്കാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടും കൂടുക. അതായത് പിന്നെ നന്നായിട്ട് പോസിറ്റീവായുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊപ്പം കൂടി എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായി മാറും. അതായത് നമ്മൾ ചുറ്റും പോസിറ്റീവ് കൊടുത്താൽ നമുക്കും പോസിറ്റീവാണ് അല്ലേ, അതല്ലേ സംഭവം. അതന്നെ. അപ്പോൾ ഏതായാലും എന്താ പറയുക, അത് നല്ലൊരു നിർദ്ദേശമാണ്. അതായത് പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ പഠിച്ച് തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിലും പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ നല്ലൊരു നിർദ്ദേശമാണ്. അതായത് ഇറങ്ങുമ്പം ക്ലാസ്സിൽ കഴിഞ്ഞ് പഠിക്കാൻ ഏത് സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ ഏത് സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും നമുക്കിപ്പം വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും എവിടെയാണെങ്കിലും ക്ലാസ്സിന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പിന്നെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഫസ്റ്റ് റാങ്ക് അടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ ആൾക്കാരോടും കൂട്ടണം. അത് നമ്മളെപ്പോഴും പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ആദ്യത്തെ 10 റാങ്ക് അടിക്കുന്ന ആഗ്രഹിക്കുന്ന ആളും ഒരു എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വന്നാൽ മതി എന്നുള്ള മെന്റാലിറ്റിയിലൊക്കെ ഉണ്ടാവും. അവരാണെങ്കിൽ അവർ രണ്ടാളും ഒരുമിച്ച് പഠിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, മിക്കവാറും രണ്ടാളും എന്ത് ചെയ്യും, താഴോട്ട് പോകാനുള്ള സാധ്യതയിലേക്ക് പോയി തിരിച്ചുള്ള സാധ്യത ഉണ്ടാകാം. അതേസമയത്ത് പിന്നെ ആദ്യത്തെ 10 പിടിക്കുന്ന ആഗ്രഹിക്കുന്ന പിന്നെ വിഷ്ണുവും പിന്നെ ആദ്യത്തെ എന്താ പറയുക ഒരു 100 പിടിക്കുന്ന ആഗ്രഹിക്കുന്ന ഞാനുമാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒപ്പിച്ചു പോകാൻ പറ്റും. കാരണം ഒരേ മെന്റാലിറ്റി, ഒരേ വേവ് ലെങ്ത്തും ഒരേപോലെ എന്താ പറയുക പഠിക്കാനുള്ള ആവേശവും സ്പിരിറ്റും ഒക്കെ ഉണ്ടാവും. ശരിക്കും അങ്ങനെ നോക്കിയാലാണ് എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ ആ ഒരുമിച്ചുള്ള ടീമായി മാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് ഒരുമിച്ച് കിട്ടിയ ജോലി കിട്ടിയ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് നടന്ന് പിന്നെ പോലീസിൽ പോയത് 23 ആൾക്കാർ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് വിളിച്ചപ്പം ആ 23 ലിസ്റ്റിൽ ഫസ്റ്റിൽ വന്ന ടീം ഒരുമിച്ച് പോയ 23 ആൾക്കാർ. അവരൊരുമിച്ച് പോകുന്ന കാരണം ഒരുമിച്ചുള്ള ആ ടീമായിരുന്നു, വേവ് ലെങ്ത്തുള്ള ടീമായിരുന്നു.
ഒരേപോലെ ചിന്തിക്കുന്ന അത് അതല്ല കൂടെ പഠിച്ച അങ്ങനെയല്ല ആൾക്കാരാണ് ഉദ്ദേശിച്ച പോയത്. സംഭവം. അതെ അതെ. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പം പിന്നെ ഓരോ എക്സാം ആണെങ്കിലും ഇപ്പം വരുന്ന ഇപ്പം ഇനി LD ആണെങ്കിലും ഇതിലൊക്കെ തന്നെ മാർക്ക് വാങ്ങിയ കുറേ ആൾക്കാർ നമുക്കറിയാം. അതായത് LD UP ഒക്കെ തന്നെ നമുക്ക് എഴുതിയ ആൾക്കാർ നല്ല മാർക്ക് വാങ്ങിയ ഒരുപാട് ആൾക്കാർ. പക്ഷെ ഓരൊക്കെ പറഞ്ഞ പോലെ ഒരാൾ ഒറ്റയ്ക്കുന്നല്ല, കുറേ ആൾക്കാരുടെ ഗ്യാങ്ങിലാണ് കുറേ റാങ്കുകൾ പിന്നെ മാർക്ക് വാങ്ങി ഒരേപോലത്തെ വരുന്ന ആൾക്കാരുള്ളത്. അത് നീ പറഞ്ഞ കറക്റ്റാണ്. അത് ശരിക്കും നല്ലൊരു നിർദ്ദേശമാണ് പഠിക്കുന്ന ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഇതിനൊരു അവസരം തന്നതിൽ, ഈ സംസാരിക്കാൻ അവസരം തന്നതിൽ, അതുപോലെ തന്നെ എൻ്റെ വിജയത്തിലൊരു ഭാഗമായതിലും ഞാൻ ഫാമിലിനോടും അതുപോലെ തന്നെ സാറിനോടും ഈ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങൾ തീർത്ത് തന്നെ അല്ലെങ്കിൽ ക്ലാസ് എന്നെ സഹായിച്ച എല്ലാവരോടും. നമ്മളിപ്പം നമ്മളെ കൂടെ നിന്ന് കൂടെ നിന്ന് ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഇനി അധ്യാപകരാണെങ്കിലും അല്ലേ, എക്സാം എടുത്ത ആൾക്കാരാണെങ്കിലും ഇവരൊക്കെ നമ്മൾ ഘടകമാണല്ലോ, വിജയത്തിൽ വലിയ ഘടകമാണല്ലോ. നമുക്ക് എല്ലാവർക്കും നമുക്കിങ്ങനെ എന്താ പറയുക, പിന്നെ പറക്കാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ നടന്ന് കയറാൻ ആഗ്രഹിക്കും, നമ്മൾ പിടിച്ച് കയറ്റിയ ആൾക്കാരാണല്ലോ. നമുക്ക് ലക്ഷ്യമല്ല, പക്ഷേ അതിൽ വഴി കുറെ ആൾക്കാർ ചുറ്റുമാണല്ലോ. അപ്പോൾ അതിൽ അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടായി തരണം. അതായത് വിജയിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മളെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പോസിറ്റീവ് വൈബ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ കഴിയുന്നുള്ളത്, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടായി തന്നതിൽ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയണം. എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത് മുമ്പേ എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2025 ശേഷം തൊട്ട് ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ തന്നെ ഒരു 1 റാങ്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജില്ലാ വൈസിൽ ഒരു 1 റാങ്ക് ഉണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാവരും തന്നെ നമ്മൾ വീഡിയോ പറയുമ്പോൾ എന്താ പറയുക, വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യാമറ ഫേസിങ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഇത് വലിയ സംഭവം ഒന്നുമല്ല, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലല്ലേ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതേപോലെ വലിയ സംഭവം ഒന്നുമല്ല. നമുക്ക് അത് എല്ലാവർക്കും എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ എന്താ പറയുക ആൾക്കാരാണല്ലോ, എല്ലാവരും ജനിച്ചപ്പോഴേ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുപോലെ വിഷ്ണു ഏതായാലും ഇതിന് ഞാൻ ഈ ചിന്തയ്ക്ക് എന്താ പറയുക, കുറേ ആൾക്കാരോട് പലപ്പോഴും ജോലി കിട്ടുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് ഇവരെ എക്സ്പീരിയൻസ് പല ബുദ്ധിമുട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പം വിഷ്ണുവിൻ്റെ വീടാണെങ്കിലൊക്കെ തന്നെ എന്താ പറയുക, വിഷ്ണു അറിയാം ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അതേപോലെ സാഹചര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ അതിജീവിച്ച് വന്ന കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയ നമ്മളെ റാങ്കുകളിൽ ഒരു ഞാൻ കണ്ട ഇതൊക്കെ എന്താ പറയുക, വലിയ സൗകര്യങ്ങളോടെ ജീവിച്ച ആൾക്കാരൊന്നുമല്ല. ചെറിയ സൗകര്യങ്ങളിൽ നിന്ന് വലിയ ജീവിതം എന്താ പറയുക, വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എന്താ പറയുക പിടിച്ചെടുത്ത ആൾക്കാരാണ് ഞങ്ങളുടെ റാങ്കുകൾ കണ്ട ഈ അടുത്ത കാലത്ത് കണ്ട റാങ്കുകളെല്ലാം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ അവരെ വീട്ടിലൊക്കെ പോയപ്പോൾ മനസ്സിലായ സംഭവമാണ്. അപ്പോൾ അതേപോലെ എന്താ പറയുക ഉള്ള ആൾക്കാർക്ക് മോട്ടിവേഷൻ ചെയ്ത് പറയാനുള്ള, മറ്റുള്ളവർക്ക് മുമ്പ് പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുമ്പോൾ പലപ്പോഴും അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ക്യാമറ ഫേസിങ്ങും പറയൽ ബുദ്ധിമുട്ടൊക്കെ. അതിലൊരു ബ്രേക്ക് ചെയ്തിട്ട് അതിനെ വേറൊരു ദിശയിലേക്ക് തിരിക്കാൻ എന്താ പറയുക സഹായിച്ചത് ഞാൻ വിഷ്ണുവിനോട് നന്ദി പറയാം. കാരണം വെച്ചാൽ ഇനി ഇതുപോലെ എല്ലാവർക്കും എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റുള്ളവർ പ്രചോദിപ്പിക്കാനോ കഴിയുന്ന വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ എന്താ പറയുക കഴിയട്ടെ. പിന്നെ എന്താ പറയുക, നമ്മൾ തന്നെ എന്താ പറയുക നമ്മളെ ആശംസിക്കുകയോ അല്ലെ നമ്മളെന്താ നമുക്ക് ഇനി വരാനുള്ള ആൾക്കാർക്ക് നമുക്ക് അതിന് പ്രചോദനം ആവട്ടെ ഈ സാധനം അല്ലേ, ഈ വീഡിയോ. അതുപോലെ തന്നെ വരാനുള്ള LD റിസൾട്ടിനും അതുപോലെ തന്നെ ബാക്കി വരുന്ന റിസൾട്ടൊക്കെ കൂടുതൽ 1 റാങ്കുകൾ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നേടാൻ കഴിയട്ടെ എന്ന് എയിമിന് ആശംസിക്കുകയാണ്. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഏതായാലും നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം ഈ ചർച്ച. ഓക്കെ, എന്നാലും